ആ വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഈ വ്യക്തിക്ക് അത് ഗുണകരമാകുമോ, അതിൽ നിന്ന് അയാളുടെ ജീവിതത്തിൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുമോ, അതോ പ്രശ്നം അട്ടപ്പൊക്കെയാവുമോ? എഞ്ചിനീയറിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 150 പിടിക്കും, ഇവിടുന്ന് ഒരു 150 പിടിക്കും, അതിന് കറക്റ്റായിട്ട് ചരട്ടും കൊണ്ട് വലിക്കും കിട്ടും. പക്ഷെ വാസ്തുക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. നല്ല ഭംഗിയുള്ള പെൺകുട്ടിയാണ്, പക്ഷെ സ്വഭാവം ശരിയില്ലെങ്കിലോ എൻ്റെ കാര്യമില്ല കേട്ടോ. അല്ല പറയാ നിശാന്തി, നമ്മളൊരു പ്ലോട്ട് വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ വാസ്തുവിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നോക്കണം അല്ലേ? അതെ, ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ പിന്നെ എല്ലാരെയും പ്ലോട്ട് നോക്കാൻ വേണ്ടി വിളിക്കൂ. അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലെങ്കിലും നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മളൊരു പ്ലോട്ട് നോക്കാൻ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ വെള്ളം അവൈലബിൾ ആണോ, നെറ്റ് ഉണ്ടോ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കില്ലേ? അതുപോലെ തന്നെ വാസ്തുവിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കരുതേണ്ടത്? ഇതിൽ ശരിക്കും അതിൻ്റെ ഒരു തിയറി തന്നെ ഉണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ ജലലക്ഷണം, വൃക്ഷലക്ഷണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു തിയറി തന്നെ ഉണ്ട്. അതൊരു 1 year ഡിപ്ലോമ ഇൻ വേദിക് വാസ്തു എന്ന് പറയും. അത് നമ്മുടെ ഒരു കോഴ്സ് ഉണ്ട്, വാസ്തു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അതിൽ ഇതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ കാലഘട്ടത്തിൽ അത് മാത്രം പോലുള്ള സോഷ്യൽ സ്റ്റാറ്റസും കൂടി നോക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ സ്ഥലം എടുത്തു, ഒരു കോളനീൻ്റെ അടുത്താണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിലോ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പറയുമ്പോൾ നമ്മളെ മക്കള് ഡിക്ഷണറി ഇല്ലാത്ത കുറേ വാക്കുകളൊക്കെ പറയുന്നുണ്ട്. കാരണം അവരെ കൂട്ടുകാരൊന്നുള്ളൂ, ചുറ്റുവട്ടത്തുള്ളതല്ലേ. അല്ല, അപ്പോൾ ഈ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ ക്രൈറ്റീരിയാസും മാറുകയാണ്. ഓക്കെ, ഇപ്പോൾ ഒന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ ഊർജം എന്ന് പറയുന്നതാണ്. ഊർജം നമ്മളെ ഭൂമിയുടെ ചലനത്തിനനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ സൂര്യൻ കിഴക്കുദിക്കുന്നു, അപ്പോൾ കിഴക്കാണ് ഇൻകം, പടിഞ്ഞാറ് അസ്തമിക്കണം. അപ്പോൾ പടിഞ്ഞാറ് വേണം നമുക്ക് എക്സ്പെൻസ് എന്ന് പറയാം. അപ്പോൾ കിഴക്കോട്ടേക്ക് മുകളിലുള്ള സ്ഥലമാണോ നല്ലത്, പടിഞ്ഞാറോട്ട് മുകളിലാണോ? ഏതാ നമ്മള് സൂര്യൻ ഉദിക്കുന്നതല്ലേ നല്ലത്. അപ്പൊ അങ്ങനെയാണ് അത് നോക്കുക. എന്ന് വെച്ചിട്ട് പടിഞ്ഞാറ് മോശം എന്നൊന്നും പറഞ്ഞുകൂടാ. ഒരു കാമികാഗമം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്, അതിലെല്ലാ ദിശയിലും ഗുണമായിട്ട് പറയുന്നുണ്ട്. ഇത് ഗ്രന്ഥങ്ങളിൽ പറയുന്നതല്ല, നമ്മൾക്ക് അതിൻ്റെ എഫക്റ്റ് എങ്ങനെയുണ്ട്. അപ്പോൾ പടിഞ്ഞാറ് മുകളിലുള്ള സ്ഥലം വേണമെന്ന് വെച്ചാൽ വേണം. പടിഞ്ഞാറ് മുകളിലുള്ള സ്ഥലങ്ങളിലായാലാണ് നമ്മൾ സോൾജേഴ്സും അതുമാതിരി നേരത്തെ പറഞ്ഞ ആ സബ്ജക്റ്റൊക്കെ വരിക. അപ്പൊ വാസ്തുവിലൊന്നും മോശം എന്ന് പറയില്ല. പിന്നെ നമുക്ക് എന്താ വേണ്ടത്, കുറച്ചുകൂടി ബെറ്റർ ആകാൻ, സമൃദ്ധി വരും. അപ്പോൾ അതിലൊന്ന് പറയാന്ന് പറഞ്ഞാൽ അലൈൻമെന്റ് എന്ന് പറയും. അതായത് എന്ന് പറഞ്ഞാല് നമ്മൾ വടക്ക് നോക്കി വെച്ച് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് വീട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ്. അത് നമ്മൾ ആ പ്ലോട്ട് പോയിട്ട് വെച്ച് നോക്കുക വേണം കേട്ടോ, അല്ലാണ്ട് നമുക്ക് അറിയില്ല. അത് നമ്മളിങ്ങനെ ഫോണിലൊന്നും പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അതായത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുക, ബസ് ഇങ്ങനെ പോകണു, നമ്മളിങ്ങനെ ഇരിക്കുന്നു, സ്വസ്ഥാണ്. അതേസമയത്ത് ബസ് ഇങ്ങനെ പോകണു, ഡ്രൈവർ അപ്പുറത്തുള്ളൊരു സൈഡ് സീറ്റ് ഉണ്ട്, അതിലിരുന്നിട്ട് ഇങ്ങനെയാണ് യാത്ര ചെയ്യുന്നെങ്കിലോ നന്നാവില്ല. ഇതേപോലെ ഭൂമി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ആ തിരിയണതിന് അലൈൻഡ് ആയിട്ടാണ് നമ്മളുടെ വീട് വെക്കണമെങ്കിൽ നമ്മൾ സ്വസ്ഥാവും. അപ്പോൾ ഒരു പ്ലോട്ട് എടുക്കുമ്പോൾ നമ്മൾ ഒന്നും നോക്കണ്ട, അതും ഇമ്പോർട്ടൻ്റാണ്. എങ്ങനെയാണ് അവിടെ നമുക്ക് വടക്ക് നോക്കി വെച്ചിട്ട് ഒരു കൃത്യമായിട്ട് വാസ്തുപ്രകാരമുള്ള വീടുണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ ഇതുണ്ട്. എഞ്ചിനീയറിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 150 പിടിക്കും, ഇവിടുന്ന് ഒരു 150 പിടിക്കും, അതിന് കറക്റ്റായിട്ട് ചരട്ടും കൊണ്ട് വലിക്കും കിട്ടും. കാരണം അവർക്ക് അതാണ് മതി. സ്പേസ് മാനേജ്മെൻറ്റും ബ്യൂട്ടിഫിക്കേഷനും അതാണ് അവരുടെ സബ്ജക്റ്റ്. മാക്സിമം സ്പേസിനെ യൂട്ടിലൈസ് ചെയ്യുക, കാണാൻ നല്ല ഭംഗിയാണ്. യെസ്, പക്ഷേ വാസ്തുക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. നല്ല ഭംഗിയുള്ള പെൺകുട്ടിയാണ്, പക്ഷെ സ്വഭാവം ശരിയില്ലെങ്കിലോ എൻ്റെ കാര്യമില്ല കേട്ടോ. അല്ല പറയാ, ഞാൻ വാസ്തുവിൻ്റെ കാര്യം. അതേമാതിരി ഒരു വീട് നല്ല ഭംഗിയുള്ളതാണ്, പക്ഷെ അവിടുന്ന് അപ്പോൾ വീട് നല്ല ഭംഗിയുള്ളതാണ്, പക്ഷെ എന്ന് പറഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റാണ് എഫക്റ്റ് എങ്കിലോ അവിടെയാണ് ഈ വാസ്തുവിൽ പറയുന്ന ആഫ്റ്റർ എഫക്റ്റാണ്. ഇപ്പം എഞ്ചിനീയറിൻ്റെ ഫങ്ഷൻ അത് മാക്സിമം ആ സ്പേസിനെ യൂട്ടിലൈസ് ചെയ്യുക, കാണാൻ നല്ല ഭംഗി വേണം, അത് നന്നായി പ്രസൻറ്റ് ചെയ്യാന്നാണ്. അതേ സമയത്ത് വാസ്തുക്കാരൻ എന്താന്ന് നോക്കുകയാണെങ്കിൽ ആ വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഈ വ്യക്തിക്ക് അത് ഗുണകരമാകുമോ, അതിൽ നിന്ന് അയാളുടെ ജീവിതത്തിൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുമോ, അതോ പ്രശ്നം അട്ടപ്പൊക്കെയാവുമോ, ഇതൊക്കെയാണ് വാസ്തുക്കാരന്. അപ്പോൾ അത് അതിനാണ് ഈ അലൈൻമെൻ്റ് ഒക്കെ നോക്കേണ്ടത്. അപ്പോൾ എങ്ങോട്ടേക്ക് അതിൻ്റെ മുഖം വരണോ, എങ്ങനെ ആയിരിക്കണോ, പിന്നെ അതിന് ഇതായിട്ടാവുമോ, പിന്നെ ജലത്തിൻ്റെ ലഭ്യത, പിന്നെ ഫ്ലോറ ആൻഡ് ഫോണ, വൃക്ഷലക്ഷണം എന്ന് പറയും. അതായത് എന്ന് പറഞ്ഞാൽ പല ജീവികളും ഒക്കെ ഉണ്ടാവുകയും
അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണോ വീട് എടുക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ നോക്കണത്. അപ്പം വെറുതെ പോയിട്ട് അങ്ങോട്ടൊക്കെ ആക്കി വെക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയോ കോടികളും ലക്ഷങ്ങളും ഒക്കെ മുടക്കാൻ പോവുക. ഒരു സ്ഥലം ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു 10-40 ലക്ഷം വരും. ഒരു വീടുണ്ടാക്കണം, ഒരു 40 ലക്ഷം 50 ലക്ഷം ഇല്ലാണ്ട് ഒരു വീടുണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ സ്ഥലം ഒരു വാസ്തുക്കാരനെ വിളിച്ചു, വാസ്തുക്കാരനോ അതിന് മാത്രം വലിയ കോടികളൊന്നും കൊടുക്കണ്ട, അത് കൊടുത്തു ആ കറക്റ്റ് ആക്കിയിട്ട് എടുക്കുകയാണെങ്കിലോ ആജീവനാന്തം മാത്രമല്ല വരുന്ന തലമുറയ്ക്കും കൂടി അത് ഗുണമാവും. കാരണം വീടിന്റെ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അത് ആ ഒരു തലമുറ മാത്രമല്ല, ഇത് നമ്മളെ മക്കളും കൂടി ഉപയോഗിക്കാൻ പോണേ. അപ്പോൾ അത് കറക്റ്റ് എന്നതോടുകൂടി നമ്മൾക്ക് മാത്രമല്ല മക്കൾക്കും എല്ലാവർക്കും ഒരു നല്ലൊരു ഇതായി മാറും. ചുരുക്കം പറഞ്ഞ ഒരു പ്ലോട്ട് വാങ്ങിച്ച് കഴിഞ്ഞിട്ടല്ല ഒരു വാസ്തു കൺസൾട്ടന്റിനെ നമ്മളത് കാണിക്കേണ്ടത്. അത് വാങ്ങുന്നതിന് മുമ്പേ ഒരു വാസ്തു കൺസൾട്ടന്റിനെ കാണിച്ച് അഭിപ്രായം അറിഞ്ഞിട്ട് വേണം ആ പ്ലോട്ട് സെലക്ട് ചെയ്യാൻ. ഓക്കെ, ഞങ്ങൾ അതിൽ പറയുമ്പോൾ പ്രീ പ്രിപ്പറേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ പ്രീ ഓർഗനൈസിങ് എന്ന് പറയും. അതായത് ഒരു പ്ലോട്ട് എടുക്കുമ്പോൾ തന്നെ അതിലെങ്ങനെ വീട് ഉണ്ടാക്കാൻ പറ്റുമോ അതിനായിട്ട് തന്നെ പോകാറുണ്ട് കേട്ടോ. അതിൽ ഉണ്ടാക്കാൻ പറ്റുമോ, അതിൽ വടക്ക് നോക്കി അവിടെ പോയി വെച്ച് നോക്കിയാലേ വടക്ക് നോക്കി വെച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ വീട് ഉണ്ടാക്കാം, എവിടെ മാസ്റ്റർ ബെഡ്റൂം വേണം, എവിടെ കിച്ചൺ വേണോ, ഈ സ്ഥാനങ്ങളൊക്കെ കൃത്യമാക്കിയിട്ട് ആ പ്ലോട്ടിൽ എങ്ങനെയാണ് അത് കൊടുക്കാൻ പറ്റുക. ഇപ്പൊ നിഷാന്തിയുടെ ഒരു കൺസൾട്ടേഷൻ ഇപ്പൊ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് വരെ ഗുരുജി നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലേ? പിന്നെ തീർച്ചയായിട്ടും. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാലേ ഉള്ളൂ നിങ്ങൾ വേറെ ആരുടെ പറയുള്ളൂ. അപ്പൊ നിങ്ങൾ വിജയിക്കേണ്ട എന്റെ ആവശ്യ അല്ലെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മള് ആ ഒരു സ്ഥലം മേടിക്കുന്നത് തൊട്ട് അതിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് അതിന്റെ എൻഡ് വരെ ഓരോ കാര്യത്തിലും നമ്മളുണ്ടാവും. അതുണ്ടാവും, വിളിക്കുക, പറയാ. ഒരു പ്രാവശ്യം കൺസൾട്ട് ചെയ്ത് പോയി എന്ന് വെച്ചിട്ട് അതോടുകൂടി പരിപാടി കഴിയല്ല. ഫീസും പഠിച്ച് ഞാൻ സ്ഥലം കാലിയൊക്കെ ഒന്നുമില്ല. എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കുക, ചോദിക്കുക. അതങ്ങനെയാണത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു 2 മണിക്കൂർ ഒരു കൺസൾട്ടിങ് ടൈം ഉണ്ടെങ്കിൽ പിന്നെയും നമുക്ക് പല സംശയം വരും. അപ്പൊ അത് ഫോൺ വിളിച്ച് ചോദിച്ചാൽ എങ്ങനെയാണ് ഇതാണ്. ഇപ്പൊ ഒരിക്കൽ ആ പ്ലോട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് ലോഗിൻ ആവും. പിന്നെ നമുക്ക് എന്ത് വിളിച്ചാലും കിട്ടും. പക്ഷെ അല്ലാണ്ട് നമുക്ക് അതാകില്ല. അപ്പൊ അവിടെ നോക്കി അതിനാണ് ഒരു പ്രീ ഓർഗനൈസിങ് എന്ന് പറയും. അപ്പൊ ആദ്യം തന്നെ അതൊന്ന് ഓർഗനൈസ് ചെയ്യണം. ഇങ്ങനെ വീട് വരാം, അവിടെ എങ്ങനെയൊക്കെ ആകാം, ഇങ്ങോട്ട് മുഖം വരാം, എവിടെയാ റോഡ്, അപ്പൊ അതിനെങ്ങനെയാ ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഭൂമി, ജല, ആകാശം, ഇതിനൊക്കെ സ്ഥാനം എവിടെയാ. ഇപ്പൊ കിണറിന് എവിടെ സ്ഥാനം വരണം, അതുമാതിരി തന്നെ സെപ്റ്റി ടാങ്ക് എവിടെ വരണം, ഇങ്ങനെയുള്ള എല്ലാം ആദ്യമേ പ്രിപ്പയർ ചെയ്യണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പിന്നീട് ആയോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതാണ് ആദ്യം തന്നെ ആ പ്ലോട്ട് പോയി സ്റ്റഡി ചെയ്ത് ഇന്ന സ്ഥലത്താണ് ഓരോന്നിന്റെ സ്ഥാനമൊക്കെ നിർണയിച്ച് അതൊക്കെ കഴിഞ്ഞ് എന്നിട്ട് പ്ലാൻ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്കത് വാസ്തുപ്രകാരമാവും. എന്ന് വെച്ചിട്ട് ഡിസൈൻ ഒന്നും വേണ്ടെന്നല്ല, ഡിസൈൻ വേണം, ഒക്കെ വേണം. പ്ലസ് ഓരോരോ സാധനം ഇരിക്കേണ്ട സ്ഥലമുണ്ട്. അത് അതാത് സ്ഥലത്ത് ഇരുന്നോ നമുക്ക് റിസൾട്ട് തരും. ഇല്ലയോ ഇതന്നെ നേരെ തലവ് തന്നെയാവും. പിന്നെ നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കാന്നൊന്നും പറഞ്ഞാൽ നടക്കൂല. അപ്പൊ ആദ്യം പ്രീ അങ്ങനെ നടക്കും കേട്ടോ. നടക്കുക പറഞ്ഞാൽ പിന്നെ ഒരു റെമഡീസ് യൂസ് ചെയ്യുക. അപ്പൊ ഏത് കണ്ടീഷനിലും വാസ്തു നോക്കാം. പക്ഷേ മുതൽ കെണ്ണുകയാണെങ്കിൽ വളരെ നന്നായി അത്. അപ്പോൾ ഒരു സ്ഥലം എടുക്കുമ്പോൾ ആ സ്ഥലത്തിന്റെ കിടപ്പ് എങ്ങനെ, അവിടെ എങ്ങനെയാണ് വാട്ടറിന്റെ അവൈലബിലിറ്റി, അതുപോലെ തന്നെ പറഞ്ഞാൽ അത് ഭൂമിന്റെ ഒഴുക്കിന് അലൈൻഡ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ. പിന്നെ നമ്മൾ കാണാത്ത കുറേ പവേഴ്സൊക്കെ ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ട് ഈ എതിര് പോവുക എന്നൊക്കെ. അങ്ങനെയുള്ള കുറേ നമ്മളതായിട്ടുള്ള ഒരു എനർജീസൊക്കെ ഉണ്ട്. അതൊക്കെ ആ സ്ഥലത്ത് പോയാൽ തന്നെ കിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ആ എനർജി ഫ്ലോ ആണ്. അപ്പൊ അത് ചില സ്ഥലത്ത് നമ്മളെ പണി തന്നെയാകുമ്പോൾ പിന്നെ അവിടെ പോകുമ്പോൾ അങ്ങനെയുള്ളതൊക്കെ അറിയും, അല്ല പറയണത്. അപ്പൊ അങ്ങനെയുള്ള ഓരോ നമ്മൾ ആക്കിയിട്ട് എന്നിട്ട് ആ ഭൂമിയിൽ ഇതാകുമ്പോൾ ഇതാകുക. അപ്പൊ നമുക്ക് റിസൾട്ട് വരും. റിസൾട്ട് വരും, നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റും. അതല്ല പിന്നെ ഡൗട്ടില്ലേ, ആദ്യേ എ മുതൽ എണ്ണുമ്പോൾ തന്നെ ഒരു പ്രിപ്പയർഡ് ആണെങ്കിൽ എന്താണ് അത് ഗുണം, ക്ലാരിറ്റിയിലായിരിക്കും. അത് മാത്രമല്ല ഇതൊരു ടീം വർക്കാ. വീട്ടുകാരൻ, വാസ്തു നോക്കുന്ന ആള്, എഞ്ചിനീയർ, ബിൽഡേഴ്സ്, ഇതൊക്കെ ഒരു ടീം വർക്കാ. അപ്പൊ ഒരുമിച്ചിട്ട് ചേർന്നിട്ട് വേണം ഈ വീട്ടുകാരൻ്റെ അതിനെ വിജയിപ്പിക്കാൻ. അപ്പൊ അത് ഒരേ താളത്തിൽ പോവുകയാണെങ്കിൽ അത് ഭംഗിയാവും. പിന്നെ ഓരോരോ ഇതിലും സംതൃപ്തി വരണം. അങ്ങനെ സംതൃപ്തിയോടുകൂടി പിന്നെ കുറ്റിയടിക്കുക. അടുത്ത സ്റ്റെപ്പ് അതാണ്. വീട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കുറ്റിയടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബിഗിനിങ്ങാണ്. അപ്പോൾ ആ സമയത്ത് ഒരു സംതൃപ്തിയിലാണെങ്കിൽ ആ ഓരോരോ സ്റ്റെപ്പിൽ ആ സംതൃപ്തി വരും. അപ്പോൾ ആ വീടിൻ്റെ പണി കഴിഞ്ഞാലും ആ വീട്ടിൽ നിന്ന് വളരെ ഒരു സ്വസ്ഥത വരും, സംതൃപ്തി ഉണ്ടാവും. ക്ലിയർ? അതായത് ഈ മോക്ഷം എന്ന് പറയുന്നത് ചത്തുകഴിഞ്ഞാൽ കിട്ടേണ്ടതല്ല.
ഓരോ നിമിഷവും ഉണ്ടാവില്ല. ഓരോ നിമിഷവും ഓരോ ആക്ഷൻ കഴിയുമ്പോഴും അതിൽ സംതൃപ്തിയാകുക. കുറ്റിയടി കഴിഞ്ഞു, ഹാപ്പിയായി. സ്ഥലം നോക്കി, നല്ല സ്ഥലമാണ്, ഹാപ്പിയായി. പിന്നെ അതിൻ്റെ കല്ലിട്ടു, അതിൽ ഹാപ്പിയായി. പിന്നെ കട്ടിള വെച്ചു, ഓ ഗ്രേറ്റ്, നന്നായി. പിന്നെ എന്താ, ഗൃഹപ്രവേശനം നടത്തി, വാവ് ഗ്രേറ്റ്. അപ്പം അങ്ങനെ ഓരോന്നിലും ആ ഒരു വാവ് വരുമ്പോൾ എന്താവും, ആ വീട്ടിൽ താമസമാകുമ്പോഴും ഒരു വാവ് ആവും അല്ലേ, ഗ്രേറ്റ് ആവും അത്. അപ്പോൾ അത് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വീടാവും. നമുക്ക് ഒരുപാട് പോസിറ്റിവിറ്റി അനുഭവിക്കാൻ പറ്റും. നമ്മൾ മാത്രമല്ല, വരാൻ പോകുന്ന തലമുറയ്ക്കും കൂടി. അതായത് വീടിൻ്റെ ആവശ്യം ഇപ്പം എന്താ, നമുക്ക് വേണം മാതൃഭൂമിയിലും മനോരമയിലൊക്കെ കിടക്കാമല്ലോ, വീടിൻ്റെ ആവശ്യമുണ്ട് കിടന്നുറങ്ങാനാണെങ്കിൽ. വീടിൻ്റെ എന്തിനാണെന്ന് വെച്ചാൽ സമൃദ്ധിയിൽ ഐശ്വര്യമായിട്ട് ജീവിക്കാനാണ്. അപ്പോൾ ഐശ്വര്യമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്ഷൻ ഉണ്ട്, പിന്നെ അവിടെ ഒരു ഷെയറിങ് ഉണ്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ഒരു പ്രേമമുണ്ട്, പിന്നെ നമുക്ക് സമ്പത്ത് വരുന്ന സേവിങ് ഉണ്ട്, പിന്നെ കുട്ടികളും മക്കളും ഒക്കെ ആയിട്ടുള്ള അടുത്ത തലമുറയുണ്ട്, പിന്നെ അതിനൊരു എസ്തറ്റിക് ബ്യൂട്ടിയും ഉണ്ട്, അതിന് കാണാൻ ഒരു ഭംഗി ഉണ്ടാകണം. ആ ഒരു ഇതിലാണ് എഞ്ചിനീയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ശരിക്കും കേട്ടോ. കാരണം എന്താ പറയുക, വാസ്തു തിയറി നോക്കുമ്പോൾ എഞ്ചിനീയേഴ്സാണ് അതിനെ ഭംഗിയാക്കണത്. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ അപ്പിയറൻസ് കൊളോണിയൽ വേണോ ട്രഡീഷണൽ വേണോ അതെങ്ങനെ വേണമെന്നുള്ള തീരുമാനിച്ച് അങ്ങനെ എല്ലാം കൂടി ആയി വരുമ്പോഴാണ് അതൊരു എന്താ, സംഭാവന കൂമ്പാരാകുമ്പോൾ പരിപാടി ഗംഭീരം. അങ്ങനെ ഓരോരുത്തരുടെ സംഭാവനകളും വരുമ്പോൾ ഗംഭീരമായിട്ടുള്ളൊരു വീട് വരും. അപ്പോൾ കൺഗ്രാജുലേഷൻ, നല്ലൊരു വീട് കിട്ടിയേനെ.